ഹായ്, ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കാണിക്കുന്നത്. ചില കസ്റ്റമേഴ്സ് നമുക്ക് 3-4 ബ്ലൗസൊക്കെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവരുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്നൊരു എളുപ്പ വഴിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു 3 മെറ്റീരിയൽസാണ് ഒരുമിച്ച് ഇതുപോലെ മടക്കിയിട്ടിരിക്കുന്നത്. ബാക്ക് സൈഡിൻ്റെ കട്ടിങ്ങാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ പോർഷനും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 15.5 ഇഞ്ചാണ് വരുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ബാഗ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ അവിടെ കൊടുക്കുകയാണ്. 3 മെറ്റീരിയൽ ഒരുമിച്ച് മടക്കി ഇട്ടിരിക്കുന്ന കാരണം അത് കറക്റ്റായിട്ടല്ല കിടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ലൈൻ കൊടുത്തത്. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് 15.5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്തായിട്ട് ബ്ലൗസിൻ്റെ കൊടുക്കുന്നത്. അവിടെ നിന്ന് ഇതുപോലെ ഒരു ലൈൻ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. 5.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ ലൈനും 5.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. സ്കെയിൽ ഉപയോഗിച്ച് വരച്ച് കൊടുക്കണം. അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ വിഡ്ത്തിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കണം. അതിനുശേഷം ആം ഹോൾ വരയ്ക്കാനായിട്ട് ഇതുപോലെ ആം ഹോൾ കർവാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് വച്ചിട്ട് അവിടെ ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ വരച്ചെടുക്കണം. അതിനുശേഷം നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത്. നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് ഇതുപോലെ ഒരു ബോക്സാക്കി വരച്ചെടുക്കണം. തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലെ നമ്മൾ ബോക്സ് വരച്ച് ഇതുപോലെ നെക്കൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അവിടെ ഇതുപോലെ തന്നെ ഒരു കർവ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. യു നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. അതിനുശേഷം ആ ഭാഗത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് 11.5 ഇഞ്ചാണ് വേണ്ടത്. 11.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. വേസ്റ്റിൻ്റെ അവിടുത്തെ വിഡ്ത്തും 10.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് അത് രണ്ടും കൂടി ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ബാക്ക് സൈഡിൽ ഡോട്ട് എടുക്കാനായിട്ട് 4 ഇഞ്ചിലാണ് ഒരു മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് അപ്പുറവും ഇപ്പുറവും 4 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിലേക്കും 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബാക്ക് പോർഷൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ 3 പോർഷനും 3 മെറ്റീരിയലും ഒരുപോലെ പിടിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഒരു പിൻ കുത്തി കൊടുത്താൽ നമുക്കത് അനങ്ങാതെ വെട്ടിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ കുത്തിയില്ല. ഇതുപോലെ സാവധാനം കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വെട്ടിയപ്പോൾ ഏറ്റവും ബാക്കിലത്തെ പീസിൽ കട്ട് വീണിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നും കൂടി കട്ട് ചെയ്യുന്നത്. ഇതുപോലെ സാവധാനം 3 മെറ്റീരിയലും ചേർത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3-4 മെറ്റീരിയലൊക്കെ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അല്ലാതെ കൂടുതൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.